കോഫി വിത്ത് ക്രൈസ്റ്റ്. ഗുഡ് മോർണിംഗ് ബഡി. നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് ഒരുപാട് തവണ വചനത്തിൽ വായിക്കാറുണ്ടല്ലേ? പ്രത്യേകിച്ച് നോമ്പ് കാലമൊക്കെ തുടങ്ങുന്നതിന് മുൻപും നോമ്പ് കാലത്തിന്റെ സമയത്തുമൊക്കെ അന്ത്യവിധിയെക്കുറിച്ചും ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്നതിനെക്കുറിച്ചുമുള്ള വായനകൾ നമ്മുടെ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുമൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വീട്ടിലുമൊക്കെ കേൾക്കാറുണ്ട്. അന്ത്യവിധിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നമുക്കറിയാം. അവൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂട്ടി നമുക്ക് തന്നിട്ടാണ് പോയേക്കുന്നത്. മത്തായി സുവിശേഷം 25:35 മുതൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണും. എങ്ങനെ എൻ്റെ സഹോദരനെ ഞാൻ ട്രീറ്റ് ചെയ്തു? അവന് വിശന്നപ്പോൾ നീ ഭക്ഷണം കൊടുത്തോ? അവന് ദാഹിച്ചപ്പോൾ നീ കുടിക്കാൻ കൊടുത്തോ? അവന്റെ പേരല്ല പറയുന്നത് കേട്ടോ. എനിക്ക് വിശന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിന്റെ സഹോദരന് വിശന്നപ്പോൾ എനിക്ക് തന്നെയാണ് വിശന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 6 പോയിന്റ്സ് അവിടെ നീളുന്നുണ്ട്. ആദ്യത്തെ ഒരു പോയിന്റ് മാത്രം നമുക്ക് ഇന്ന് കർത്താവിന്റെ കൃപയാൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൗതികമായിട്ട് ഒരാൾ വിശന്നു കഴിഞ്ഞാൽ അയാളെ സഹായിക്കണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. ദാഹിച്ചാൽ അവന് കുടിക്കാൻ കൊടുക്കണമെന്നും പഠിപ്പിക്കുന്നു. ഇതിനിപ്പം മതത്തിന്റെയോ റിലീജിയന്റെയോ അല്ലെങ്കിൽ ഫെയ്ത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. എല്ലാ മതവിശ്വാസികളും ഇതൊക്കെ ചെയ്യുന്നതാ. ഏത് വിശ്വാസത്തിലുള്ളവരും നിരീശ്വരവാദികളും എന്തിനു പറയുന്നു, ഈവൻ ടെററിസ്റ്റ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയി അവരെ തടങ്കലിൽ പാർപ്പിക്കുന്നവർക്ക് പോലും അവര് വെള്ളവും ഭക്ഷണവും കൊടുക്കാറുണ്ട് അല്ലേ? അപ്പം അതല്ല, വിശക്കുന്നവർക്കെല്ലാം നമ്മളത് കൊടുക്കാറുണ്ട്. ഇത് ആത്മീയ പുസ്തകമായതുകൊണ്ട് തന്നെ ഇതിനും 2 ആസ്പെക്ട്സ് ഉണ്ട്. അതായത് അതിന്റെ ഒരു കോയിന്റെ 2 വശങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ഭൗതിക വിശപ്പ് മാറ്റാനായിട്ട് ഉള്ള ആദ്യ ഉത്തരവാദിത്വം നിനക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നിനക്കതിന് കഴിവുള്ളപ്പോഴും നീ അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് അതിനൊരു ആന്തരിക വശം കൂടിയുണ്ട്. അവന്റെ ആത്മീയ വിശപ്പ് മാറ്റാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അവന്റെ ആത്മീയ ദാഹം മാറ്റാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. അവസാനം പറഞ്ഞതാ അല്ലേ, എനിക്ക് ദാഹിക്കുന്നു. പല തരത്തിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചത് കേട്ടിട്ടുണ്ട്. അവന്റെ ദാഹം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടൊരു പൂർണ്ണ മനുഷ്യനായതുകൊണ്ടും അവൻ പൂർണ്ണ ദൈവമായതുകൊണ്ടും അവനിലെ പൂർണ്ണ മനുഷ്യന്റെ തൊണ്ട വരണ്ടിട്ടുള്ള മാനുഷികമായ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം എന്ന് തിരിച്ചറിയാനായിട്ട് തിയോളജി വേണ്ട. പക്ഷേ ദൈവമായിരുന്ന അവന്റെ ഒരു ആ ദാഹത്തെ അറിയണമെങ്കിൽ ഒരല്പം തിയോളജി നമുക്ക് പറഞ്ഞേ പറ്റൂ. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, ഇത് സങ്കീർത്തനം 69:21 പ്രവചന പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ സംഭവിച്ചതാണ്. അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുന്നത്, മോർ ഡീപ്ലി ഐ റിവീൽഡ് ഹിസ് തേഴ്സ്റ്റ് ഫോർ ദ സോൾസ് ടു കം ഇൻ ഫെയ്ത്ത്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും അതുവഴി ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള യേശുവിന്റെ ദാഹം. ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ് ഇങ്ങനെ പറയുന്നു, ഹിസ് തേഴ്സ്റ്റ് സിഗ്നിഫൈസ് ദ ഡിസയർ ടു ഡ്രോ ഓൾ പീപ്പിൾ ടു ഹിംസെൽഫ്. താൻ ക്രൂശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ള വചനം. സെയിന്റ് അംബ്രോസ്, മിലാനിലെ സെയിന്റ് അംബ്രോസ് പറയുന്നത്, ദ ഡ്രൈഡ് ത്രോട്ട് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ചാനൽ ഓഫ് മേഴ്സി തേഴ്സ്റ്റിംഗ് അണ്ടിൽ സിന്നേഴ്സ് ആർ റീകൺസ്റ്റിൽ. ശ്രദ്ധിക്കണേ, പാപിയായ നീ മാനസാന്തരപ്പെടും വരെ എൻ്റെ യേശുവിൻ്റെ ദാഹം നിൽക്കില്ല. പാപിയായി കഴിയുന്ന നിന്റെ സഹോദരനോട് അവന്റെ പ്രവൃത്തി തെറ്റാണെന്ന് നീ ചെന്ന് പറയുന്നത് വരെ അവന്റെ സ്നേഹം നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പോയി പറ. ഹിസ് തേഴ്സ്റ്റ് symbolize the word of God desiring to be received by the mankind. തോമസ് അക്വിനാസ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഹിസ് തേഴ്സ്റ്റ് ഈസ് ഫോർ അവർ സാൽവേഷൻ. ഇങ്ങനെ സഭാപിതാക്കന്മാരെല്ലാം പറയുമ്പോഴും വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7:37. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ എന്നിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ കുടിക്കട്ടെ. വിശപ്പിനെ കുറിച്ച് മത്തായി സുവിശേഷം 4:4 പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല ജീവിക്കുന്നത്. അപ്പം വേണം, പക്ഷെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനവും കൊണ്ട് ജീവിക്കുന്നു. ആത്മീയ വിശപ്പും ദാഹവും മാറ്റാൻ നമുക്കറിയുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളം തരുന്ന, ജീവന്റെ ജലം തരുന്ന ഒരുവനെ ഈ ലോകത്തിലുള്ളൂ. അവന്റെ പേരാണ് യേശുക്രിസ്തു. ശാരീരിക വിശപ്പ് മാറ്റാൻ നമുക്ക് ഭക്ഷണം മതി, ദാഹം മാറ്റാൻ വെള്ളം മതി. എന്നാൽ ആത്മീയ വിശപ്പും ദാഹവും മാറ്റാൻ ദൈവവചനവും
സത്യ ദൈവവും ജീവിക്കുന്നവനുമായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും മാത്രമേ അതിന് പര്യാപ്തമാവുകയുള്ളൂ. സങ്കീർത്തനം 42:12 പറയുന്നു, മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. കിണറ്റിൻകരയിലെ സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. അവൻ ആ ലിറ്ററലി വെള്ളത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ലോക സുഖത്തിന് വേണ്ടിയിട്ടുള്ള നിന്റെ ഓട്ടത്തിന്റെ ഈ ജലം, ജഡമോഹത്തിന്റെ ദാഹം തീർക്കാനായിട്ടുള്ള നിന്റെ ഓട്ടം, പണം കിട്ടാനായിട്ടുള്ള നിന്റെ ഓട്ടം, പദവി, പ്രതാപം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിന്റെ ഓട്ടം, അത് എത്ര കിട്ടിയാലും ദാഹം തീരില്ല. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം അത് നിനക്ക് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള തൃപ്തി വരുത്തും. എന്താ നമുക്ക് പറ്റിയെന്നറിയാവോ? ജെറമ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ യഥാർത്ഥ കിണറ്റിൽ നിന്ന് കുടിക്കാതെ പൊട്ട കിണർ കുഴിക്കുകയും അതിൽ നിന്ന് കുടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദാഹവും വിശപ്പും അവൻ്റെ വചനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും മാറിയെങ്കിൽ, എൻ്റെ ദാഹവും വിശപ്പും അല്പമെങ്കിലും മാറിയെങ്കിൽ, ഈ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കാനാണ് എൻ്റെ യേശു നിർബന്ധിക്കുന്നത്. ദൈവത്തിൻ്റെ ദാഹം മാറ്റാനായിട്ട്, എൻ്റെ യേശുവിൻ്റെ ദാഹം മാറ്റാനായിട്ട് ശ്രമിക്കാം. അതുവഴി വിധിയുടെ ദിവസം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് ഇന്നത്തെ ജീവിതത്തിൽ, ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാകട്ടെ ഇന്നത്തെ ദിവസം. ആത്മാർത്ഥമായിട്ട് നമ്മോട് തന്നെ ചോദിക്കാം, ആർ യു റിയലി തേഴ്സ്റ്റ് ഫോർ ഗാഡ്? ഡു ഐ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഹിസ് ലവ് ആൻഡ് റൈറ്റസ്നെസ്? മറ്റുള്ളവരെ ശാരീരിക വിശപ്പും ദാഹവും തീർക്കുന്നതോടൊപ്പം ആത്മീയ ദാഹവും വിശപ്പും തീർക്കാനായിട്ട് ശ്രമിക്കുകയും എൻ്റെ ആത്മീയ വിശപ്പും ദാഹവും തീർക്കാനായിട്ട് യേശുവാകുന്ന നീർച്ചാലിനരികെ പാനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെല്ലാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.